ഞാൻ ഇങ്ങനെ ജോലി ഒന്നുമല്ല ഫുൾ ടൈം. ഇത് ഇങ്ങനെ ഇന്റർവ്യൂവിന് വരുമ്പോൾ നമ്മൾ കുറച്ച് ജോലിയായിട്ട് ഇരിക്കുന്നോ. അല്ല ഞാനിപ്പോ രാവിലെ വന്നപ്പോ തൊട്ടേ ചേട്ടന്റെ ആ ഒരു ഇത് കണ്ടപ്പോ എന്റെ ടെൻഷൻ കുറച്ച് മാറിയത്. വട്ടാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഒരു ആക്ടറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അത്യാവശ്യം നല്ല പ്രാന്ത്. നല്ല പ്രാന്ത് വേണോ? പ്രാന്ത് വേണം. വേണം. പ്രാന്തുള്ളവനെ ഒരു ഇപ്പൊ നാണം പാടില്ല. നാണം തന്നെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത് എപ്പോഴും. കാരണം അതാണല്ലോ എല്ലായിടത്തും പ്രശ്നം. നമുക്ക് ഇവിടെ ഒരു ശബ്ദമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നമ്മൾ ഏറ്റവും ഇപ്പൊ ഒരു പെട്ടെന്നൊരു സദസ്സിലേക്ക് കയറി നമ്മൾ ഇതൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ നാണമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനമില്ലായ്മയല്ല, അത് ഈ പറഞ്ഞ പോലെ സ്ഥലവുമായിട്ട് പരിചിതമാവണം നമ്മൾ എപ്പോഴും. ഒരു ആക്ടർ എവിടെ ചെന്നാലും അത് തൻ്റെ വീടാണെന്ന് വിചാരിക്കുക. മനസ്സിലായി? ബോക്സിങ് ഇപ്പം നമ്മുടെ ഫർഹാൻ അക്തറിന്റെ ബോക്സിംഗ് പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരുന്നു. തൂഫാൻ കണ്ടിരുന്നു. അതിലൊരു കോച്ച്, ബോക്സിംഗ് കോച്ച് പറയുന്നുണ്ട് ഫർഹാൻ അക്തറിന്റെ ബോക്സിംഗ് റിംഗ് കാണിച്ചിട്ട്, ദിസ് ഈസ് യുവർ ഹോം. ഇതിന്റെ മുക്കും മൂലയും നിനക്ക് വളരെയധികം പരിചിതമാണ്. മനസ്സിലായ? ഇരുട്ടത്ത് പോലും. അപ്പൊ നിനക്ക് ഈസി ആവും. അപ്പൊ നമ്മൾ ഒരു ആക്ടർ എവിടെ ചെന്നാലും അത് തൻ്റെ വീടാണ്, തൻ്റെ മുറിയാണെന്ന് ആ രീതിയിൽ റിലാക്സ്ഡ് ആവണം, കംഫർട്ട് ആവണം. അപ്പോഴേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ കിളിപോയ അവസ്ഥയിലാവും. കിളിപോയ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയല്ല. മനസ്സിലായ? അതായത് കിളിപോയ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രാന്താണല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. ആ പ്രാന്ത് അത്യാവശ്യത്തിന് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നാണം ഉണ്ടാവില്ല. നാണം മാറണം. അപ്പൊ ആ സ്ഥലവുമായി പരിചിതമാവണം. ആ സ്ഥലവുമായി പരിചിതമായി കഴിഞ്ഞാൽ നിനക്ക് അവിടെ സർക്കസ് കളിക്കാം. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. താളലയം, അത് പിന്നെ ഉണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും ആക്ടറിനെ. താളവും ലയവും ഉണ്ടായി കഴിഞ്ഞാൽ. താളവും ലയവും ഇല്ലാത്ത ആക്ടറിനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് പറയില്ല നമ്മള്. ചിലവര് നല്ല ഫ്ലെക്സിബിൾ ആണെന്ന് പറയല്ലോ, അതാണ് ഈ താളലയത്തിന്റെ. ചേട്ടൻ ഈ മൂവി ഫീൽഡിലേക്ക് വന്നതിന് മുന്നേ എന്താ ചെയ്തോണ്ടിരുന്നത്? പ്ലസ് ടു. ബികോം പഠിച്ചില്ലേ ചേട്ടൻ? ബികോമിന് വെറുതെ പോയി. 10-16 പേപ്പർ കിട്ടാണ്ട്. ആണോ? കംപ്ലീറ്റ് ചെയ്തില്ല? കംപ്ലീറ്റ് ചെയ്യാൻ ആകെ 17 പേപ്പർ ഉള്ളൂ ഡിഗ്രിക്ക്. ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അതങ്ങ് എഴുതിയെടുത്തുകൂടായിരുന്നു. എന്തിനു വെറുതെ? വേണ്ട, എല്ലാവരും വെറുതെ ഡിഗ്രി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്ലസ് ടു വരെയാണ് ബേസിക് പഠനം. അതിനുശേഷം നമ്മൾ എന്താണോ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതാണ് പഠിക്കേണ്ടത്. പ്രൊഫഷണലായിട്ട് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്നാ പറയാ ഡിഗ്രീനെ, അല്ലേ? വെറുതെ എല്ലാവരും ഡിഗ്രി ചെയ്യണ്ടതല്ല. അപ്പൊ കോളേജിൽ പിന്നെ നേരെ സിനിമയിലേക്കാണ്? കോളേജിലല്ല, സ്കൂളിൽ നിന്ന് സിനിമയിലേക്ക് കയറി. അപ്പൊ ചേട്ടൻ പണ്ട് മുതലേ ഉണ്ടായിരുന്നു ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം? പണ്ട് മുതലല്ലേ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്താവണം എന്നുള്ളത്. അല്ലാതെ ഡിഗ്രിക്ക് എത്തിയിട്ടല്ല ആഗ്രഹം ഉണ്ടാവേണ്ടത്. ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു ആക്ടറായിട്ട് എത്തി നിൽക്കും എന്നൊക്കെ. ഇത്ര വലിയ ആക്ടർ ചേട്ടൻ ഭയങ്കര നല്ല ആക്ടറാ. നിങ്ങൾക്കല്ലേ? എനിക്ക് അത്ര വലിയ ആക്ടറായിട്ട് തോന്നുന്നില്ല. ഇനി എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം? അങ്ങനെയില്ല, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം. എല്ലാം ചെയ്യണം. ഓക്കെ. ചേട്ടന് അതായത് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡൊക്കെ എങ്ങനത്തെ? ഫുഡ് ഇൻട്രസ്റ്റിംഗ് അല്ല, ഇഷ്ടമല്ല. എന്നാലും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്തൊക്കെയാ? കഴിക്കാൻ അധികം ഇഷ്ടമല്ല. ഫുഡ് ട്രിപ്പർ അല്ല. സമുദ്ര ട്രിപ്പിംഗ്. ഓക്കെ. ഈ സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതലും ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളല്ലേ? ചേട്ടൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അതാണ് ഫുഡ് എനിക്ക് താല്പര്യമില്ല, പിന്നെ ഡയറ്റിന്റെ കാര്യം. ഓക്കെ. അപ്പൊ വർക്ക്ഔട്ട് ഒക്കെ എങ്ങനെയാ പോകുന്നത്? അപ്പൊ പിന്നെ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണ്ടല്ലോ. ഓക്കെ. ഈ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ ഈ കോവിഡിന്റെ സമയത്തൊക്കെ അടങ്ങിയിരുന്നോ? ഇല്ല. കോവിഡിനെ കൊല്ലാൻ നടക്കുകയായിരുന്നു ഞാൻ രാത്രി. രാത്രി അത് ആ ഒരു സമയമൊക്കെ എങ്ങനെയാ ഫേസ് ചെയ്തേ? അപ്പൊ എങ്ങനെ ഫേസ് ചെയ്യാൻ? പേടിച്ചിട്ടാണ്. കോവിഡ് വന്നിട്ട് എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് അപ്പൊ സിനിമയൊക്കെ ഉണ്ടായിരുന്നില്ലേ? സിനിമ പകല് കാണാൻ, രാത്രി കൊല്ലാടക്കണ്ടേ? വേണ്ടേ? ഇതെന്ത് തലണ പിടിച്ചിട്ട് കല്യാണത്തിന് അപ്പൊ കോവിഡിന്റെ സമയത്ത് അടങ്ങിയിരുന്നു.
ഇല്ലേ അടങ്ങിയിരുന്നത്. എങ്ങനെ ഈ കോവിഡിനെ എങ്ങനെയാ ചേട്ടൻ കാണുന്നത്? ആർക്കും കാണാൻ പറ്റില്ല. വരണ്ടായിരുന്നു എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ചേട്ടൻ കരിയറിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ ചിത്രം തന്നെ ഉണ്ടായത് കോവിഡ് കാരണം. എങ്ങനെയാ മനസ്സിലായ? ഇതിന്റെ പ്രൊഡ്യൂസർ ആരാ? DDRCയുടെ മുതലാളി. DDRC എന്താണെന്നറിയോ? എന്താണ്? പറ. DDRC ലാബുകളിലാണ് കോവിഡ് ടെസ്റ്റുകൾ നടന്നിരുന്നത് 2000 രൂപയ്ക്ക്. അതെനിക്കറിയാം. അതിന്റെ മുതലാളി പുള്ളിക്ക്, അതായത് കേരളത്തിലെ DDRC ലാബുകളിൽ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ബാക്കിയുള്ള ലാബുകളൊക്കെ മലമൂത്ര കഫം ടെസ്റ്റുകൾ മാത്രമേ നടക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെ കുറെ മുന്നേ കണ്ടുപിടിച്ചു ഈ സംഭവം. ഈ അങ്ങനത്തെ ലാബുകൾ ഉണ്ടാക്കി. അതായത് ഇങ്ങനെ ഒരു രോഗം വരുന്ന അവസ്ഥയില് അതിനെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളാരും ഇല്ലല്ലോ. നമ്മളൊക്കെ വന്നതിന് ശേഷമല്ലേ ഇതൊക്കെ കണ്ട് തുടങ്ങുക അല്ലേ? ഒരു പ്രശ്നം നടന്നതിന് ശേഷമാണല്ലോ പോലീസ് വരിക. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ, പുള്ളി ഡോക്ടർ എന്ന് പറയുന്നത് കൺസൾട്ടിങ് ഡോക്ടർ അല്ല, പുള്ളി ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ ലാബുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് യൂണിയൻ അങ്ങനത്തെ ഭാരവാഹി, അല്ലെങ്കിൽ അങ്ങനത്തെ കൃഷിയാണ്. അപ്പോൾ പുള്ളി നേരത്തെ ചില സമയത്ത് നമുക്ക് സംശയം ഇവർ ലാബ് ഉണ്ടാക്കിയിട്ട് കൊറോണനെ ഇറക്കി വിട്ടതാണോ? പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ കാരണം? പക്ഷെ അങ്ങനെ ചെയ്യില്ലൊരാണോ? കാരണം നേരത്തെ കണ്ടു കുറച്ച് ടെക്നിക്കലി വെൽ എക്വിപ്ഡായ ലാബുകൾ പുള്ളി ഉണ്ടാക്കി DDRC. ആ ലാബുകളിൽ എത്ര ടെസ്റ്റുകൾ നടന്നു. അവരൊക്കെ കുറച്ചുകൂടെ രക്ഷപ്പെട്ടത് ആ സമയത്താ. ആര്? ഈ DDRC പോയോളും. അതെ, ഇത്രയും ആളുകൾ കേറി ഇറങ്ങല്ലേ? അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ അല്ലേ പോവാറുള്ളൂ. എന്ത് DDRC? അതാണ് പറഞ്ഞേ. അത് കാരണം ഈ സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാശ് പുള്ളിയിലേക്ക് എത്തുകയും ആ കാശ് വെച്ച് പുള്ളി മൂവി പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ആദ്യം ചെയ്ത പടമാണ് ഏത്? വിചിത്രം. അപ്പൊ കോവിഡിനെ നമസ്കാരം. ഈ കോവിഡ് ടെസ്റ്റ് ഇല്ലേ നമ്മുടെ മൂക്കിന്ന് വായിന്ന്, അത് ചേട്ടന് ഇഷ്ടമായിരുന്നു? എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അയ്യോ, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. രാവിലെ ഞാൻ ഉച്ചയ്ക്ക് പിന്നെ രാത്രി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും.